ഒരു 5 വയസ്സുകാരൻ എങ്ങനെയാണ് പിതാവിന്റെ രക്ഷകനായി മാറുന്നത്? പലതരം വാർത്തകളും സമൂഹത്തിൽ ചർച്ചയാകുമ്പോൾ അപ്പനെ രക്ഷിച്ച ഒരു കുഞ്ഞു മകന്റെ കഥ കൂടി കേൾക്കാനുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പുതുപ്പള്ളിയാണ്. പുതുപ്പള്ളിയിലെ ഇദ്ദേഹത്തെയാണ് ഈ കുഞ്ഞുമകൻ 5 വയസ്സുകാരനാണ് ജോർദാൻ രക്ഷപ്പെടുത്തിയത്. നമുക്ക് ചേട്ടനോട് ചോദിക്കാം അന്ന് എന്താ ഉണ്ടായെന്ന്. എന്താ സംഭവിച്ചേട്ടാ? ഇത് ഞാൻ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അകത്ത് കയറി കിടക്കുമായിരുന്നു. അപ്പോൾ അത് വന്ന് പിന്നെ അന്ന് കടന്ന് കുറച്ച് കഴിയുമ്പത്തിന് പെട്ടെന്ന് എന്റെ ബോധം എല്ലാം അങ്ങ് മറിഞ്ഞു. പിന്നെ കഴിക്കാനുള്ള എടുത്ത് കൊടുത്ത് പിന്നെ സൈക്കിളായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അകത്ത് പൂട്ടിയിട്ടായിരുന്നു. ഡോറെല്ലാം ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ കഴിക്കാനുള്ള എടുത്ത് കൊടുത്ത് പിന്നെ ഇപ്പം കഴിച്ചോണ്ടിരിക്കുന്നത് കണ്ടു. കുറച്ച് കഴിയുമ്പോൾ എന്റെ ബോധം എല്ലാം അങ്ങ് മറിഞ്ഞു. ഞാൻ അവിടെ ഇവിടെ തന്നെ കിടക്കുമായിരുന്നു. ചൂട് കാരണം നിലത്ത് തന്നെ കിടക്കുമായിരുന്നു. അപ്പൊ തന്നെ പെട്ടെന്ന് എന്റെ ബോധം എല്ലാം അങ്ങ് മറിഞ്ഞു. അപ്പൊ ഇപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, അപ്പൊ എന്നാ പറ്റിയെന്ന്. അപ്പൊ ഞാനിങ്ങനെ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ ആക്ഷനൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്, പിന്നെ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഒച്ചയൊന്നും വരുന്നൊന്നുമില്ല. അപ്പൊ പിന്നെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്നാ പറ്റിയെന്ന്. അപ്പൊ എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോ പിന്നെ എന്റെ ബോധം മൊത്തം അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബോധം വന്നപ്പോ തന്നെ ഞാൻ ആംബുലൻസ് കിടക്കുന്നതായിട്ട് ഓർക്കുന്നത്. പിന്നെ ബോധം വരുമ്പോൾ ആംബുലൻസ് കിടക്കുക. പിന്നെ അതിന് ഇടയ്ക്ക് ഡോറൊക്കെ തന്നെ തുറന്നു പോയി. അപ്പുറം അപ്പച്ചനൊക്കെ പോയി വിളിച്ചോണ്ട് വന്നു. അവർ വന്ന് നോക്കിയപ്പോഴാണ് പിന്നെ ആംബുലൻസ് കയറ്റുന്നത്. എന്താ പെട്ടെന്ന് ഉണ്ടായ? അന്നേരം ഡോർ എങ്ങനെ തുറക്കാൻ പറ്റിയൊക്കെ എങ്ങനെയാ? ഞാൻ കസാര വെച്ച് ഉയർന്നു. പിന്നെ എന്ത് ചെയ്തു? ഞാൻ പിന്നെ അപ്പച്ചനെ ആ ചേച്ചനെ വിളിച്ചു. അപ്പുറത്തെ വീട്ടിലെ അപ്പച്ചനെ. പിന്നെ ആംബുലൻസിൽ വിളിച്ച അപ്പയെ ആശുപത്രി കൊണ്ടുപോയി. ആംബുലൻസ് ഒക്കെ ആരാ വിളിച്ചേ? അപ്പുറത്തെ വീട്ടിലെ അപ്പനോ? ആ ചേച്ചി. ഇതെന്താ സംഭവിച്ചേ? അല്ല അപ്പൊ പെട്ടെന്ന് എന്താ ബോധം പോകുന്നതാണോ കണ്ടേ? എന്താ കണ്ടേ? ബോധം പോകുന്നേ. ആര് പറഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്റെ അമ്മ പറഞ്ഞിട്ടാ. അമ്മ എന്താ പറഞ്ഞു തന്നെ? ഇങ്ങനെ എല്ലാം വാർത്തം പറഞ്ഞ് അപ്പൊ ആപത്തും വന്നാ ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പൊ അതേപോലെ ചെയ്തു. പേടിയൊന്നും തോന്നിയില്ലേ? ഇല്ല. അതിനുശേഷം പേടി തോന്നിയാ? എന്തായാലും തൊട്ടടുത്ത വീട്ടിലെ ഇദ്ദേഹത്തെയാണ് ആദ്യം പോയി ജോർദാൻ വിളിക്കുന്നത്. എന്താ വന്നെന്താ പറഞ്ഞേ? അപ്പച്ചാ ഇങ്ങോട്ട് ഓടി വന്ന് എന്റെ അപ്പായ്ക്ക് ഭയങ്കര വിഷമം, ബോധമില്ല, അനക്കമില്ല. അപ്പച്ചാ ഞാൻ എന്നാ ചെയ്യണ്ടേ? അപ്പച്ചൻ ഓടി അപ്പച്ചൻ വന്ന് നോക്കിക്ക് വന്നു. അവൻ നോക്കി അന്നേരം ഇതുപോലെയൊക്കെ ആകുമ്പോ കിടക്കായിരുന്നു അല്ലെ? കിടക്കായിരുന്നു. നേരത്തെ കിടക്കാം. നേരം മുഴുവൻ വെള്ളമായി പോയി. വേർത്താണോ എങ്ങനെയൊക്കെയാണോ അന്നേ അരിവ് വെള്ളം കൊണ്ട് മുഖം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുഖത്തെടുത്ത് ഒഴിച്ച് പൊക്കി, അവനും പണിക്കാരനും കൂടെ പൊക്കി എടുത്ത് നോക്കിയിട്ട് തല നേരെ നിൽക്കത്തില്ല. നേരെ അപ്പുറത്തെ അതിലൊക്കെ അവിടെ നിന്ന് 2 വീട്ടുകാരും കൂടെ ഓടി വന്നു. മൂത്ത മകനും ഓടി വന്ന് ആംബുലൻസ് വിളിച്ചു. അദ്ദേഹം പോയി വിളിച്ചു അല്ലേ? അല്ല, മോനവിടെ പോയി വിളിച്ചു. ഞാൻ മകനെ വിളിച്ചു. മോനുണ്ടായിരുന്നോണ്ട് കാറെ കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോ കാറെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, സെസറില്ല, എടുക്കാൻ പറ്റില്ല. അങ്ങനെ കാറ് വിളിച്ച് ആംബുലൻസ് ആംബുലൻസ് വിളിച്ച് അങ്ങനെ ആശുപത്രി വരെ എത്തിച്ചു. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേനൊക്കെ കാറെ കയറ്റപ്പം ആന്നൊന്ന് വെച്ചു. അതുവരെ അനക്കം ഇല്ല. അനക്കല്ല, തല നേരെ നിൽക്കത്തില്ല. ആ പാടെ നമ്മൾ അപ്സെറ്റ് ആയിപ്പോയി. കൂട്ടുകാരൻ വന്ന് പറഞ്ഞായിരുന്നോ ഇങ്ങനെയൊക്കെ ചെയ്ത കാര്യം? എന്താ പറഞ്ഞ മോൻ ജോർദാൻ? അവനാണെങ്കിൽ കഴിച്ചോണ്ടിരുന്നപ്പോ ബോധം പോയപ്പോ ആണെങ്കിൽ അപ്പച്ചനെ വിളിച്ചിട്ട് ആംബുലൻസിനെ കേട്ട് പോയെന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടോ? മോനാണെ ചെയ്യുവോ? അല്ല എങ്ങനെ ചെയ്യുവല്ലേ? എന്തായാലും അമ്മ പറഞ്ഞിട്ടാ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇങ്ങനെ മെഡിക്കൽ പ്രൊഫഷൻ ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അവന് പലതും കണ്ട് അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ വീട്ടിലാണെങ്കിലും ഇപ്പം പപ്പയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ആർക്കെങ്കിലും മേലാഴിക്ക് വന്നാലും ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അന്നേരം അവൻ അതുപോലെ തന്നെ ചെയ്യാൻ നോക്കും. ഇപ്പൊ ഒരു മരുന്നെടുത്ത് കൊടുക്കുന്നതാണേലും കൈ നീട്ടി മേടിച്ചിട്ട് ഞാൻ കൊണ്ട് കൊടുക്കാന്ന് പറയും. അതിലിപ്പോ ഇൻസുലിനൊക്കെ കുത്തുന്ന കണ്ടു കഴിഞ്ഞാൽ അവനെ ഇൻസുലിൻ കുത്തണം. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മള് സൂചി പ്രിക്ക് ചെയ്ത് കളഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആ സൂചി ഒടിച്ചിട്ട് ക്യാപ്പ് ഇട്ടിട്ട് അവന് കൊടുക്കും, നീ കുത്തിക്കോന്നും പറഞ്ഞ്. അങ്ങനെ അവൻ കൈ ഇങ്ങനെ ചുമ്മാ കുത്തി കാണിക്കും കുഞ്ഞിലെയൊക്കെ. പിന്നെ മമ്മിക്ക് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു 1, 2, 3 എന്ന് പറഞ്ഞ് മമ്മിയെ കൊണ്ട് ചെയ്യിക്കും ഫിസിയോതെറാപ്പി ഒക്കെ. അപ്പൊ അവന് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ താല്പര്യമാണ്. പിന്നെ ഞാൻ പറയും എന്തേലും ആപത്തോ എന്തേലും അപകടമോ ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണം, മുഖത്ത് വെള്ളം തളിക്കുവോ അല്ലെങ്കിൽ കുലുക്കി വിളിക്കണം, അല്ലെ പനിയൊക്കെ ആണെങ്കിൽ വെള്ളം നനച്ച് തോർത്ത് വെച്ച് തുടയ്ക്കണം. അപ്പൊ അത് ഓർത്തിട്ടായിരിക്കും, പനിയൊക്കെ ആണെന്ന് ഓർത്തിട്ടായിരിക്കും അവൻ തോർത്ത് വെച്ച് തുടച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തതാ. പക്ഷെ പറഞ്ഞു കൊടുത്തെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും അപ്പച്ചൻ കരഞ്ഞു വിളിച്ച എന്നെ ഫോൺ വിളിച്ചെന്നേ
വിളിച്ചിട്ട് അനക്കയില്ല, പെട്ടെന്ന് കൊച്ചിങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് അപ്പച്ചൻ കരയുമായിരുന്നു. അവിടെ ആശുപത്രി വെച്ചാണല്ലോ അപ്പച്ചൻ കരഞ്ഞു തെറിവിളിച്ചിരിക്കുക. അപ്പൊ എനിക്ക് അത് അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പം എന്താ സംഭവം ഞാൻ കാണുന്നില്ലല്ലോ, ഞാൻ ഇവിടെ ഇല്ലല്ലോ, സ്പോട്ടിലുണ്ടായിരുന്ന പിന്നെ കുഴപ്പം അത്രയും ടെൻഷൻ വരികയില്ല. അപ്പച്ചൻ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാനാണെങ്കിലും എന്നാ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും എന്നാ അറിവുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് മേലാതെ വന്നു നമ്മൾ പെട്ടെന്ന് ഷോക്കായിട്ട് നിന്നു, എന്നാ ചെയ്യണോന്ന്. ഞാൻ തിരിച്ച് അപ്പച്ചനോടും ചോദിച്ചു ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പോയി. പക്ഷെ അവൻ 5 വയസ്സേ ഉള്ളൂ. ആ 5 വയസ്സിന്റെ പ്രായത്തില് ആ ബുദ്ധിയില് അവനത് ഓർത്ത് വെച്ച് ആ സ്പോട്ടിൽ തന്നെ അത് പ്രവർത്തിച്ചെന്ന് പറയുമ്പം എന്തുകൊണ്ടെന്നാ ഞങ്ങൾക്ക് പേരൻസ് എന്നുള്ള നിലയിൽ എന്താണല്ലോ അഭിമാനിക്കാം. ഇപ്പൊ എല്ലാ വാർത്തയും കേൾക്കുന്ന അപ്പനെയും അമ്മയും കൊല്ലുന്ന മക്കളെ കുറിച്ച് മയക്കുമരുന്ന് അടിമയായിട്ടും ഓരോ അഡിക്ഷന്റെ പേരിൽ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ അപ്പനെ രക്ഷിച്ചെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഹാപ്പിനെസ് തന്നെയാണത്, ദൈവം തോന്നിച്ചായിരിക്കാം. ഈ ആരോഗ്യ പ്രശ്നം ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ, കുഴപ്പമില്ല. ഒരു ദിവസം കിടന്നോ ഹോസ്പിറ്റലിൽ? ഒരു ദിവസം കിടന്നു. മോൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കാണുമ്പോൾ ഒരു അപ്പന്റെ ഫീൽ എന്താ? ഭയങ്കര സന്തോഷം. ഇത് അവൻ കാറാണ് അല്ല ഞാൻ അവിടെ കടന്നു പോയാനെ. അവിടെ ഡോറിന് ലോക്കുമാണ്, അപ്പൊ ആരും അറിയത്തുമില്ല. വൈകിട്ട് വരുമ്പോഴല്ലേ അറിയത്തുള്ളൂ. അവരെ ഞാൻ അങ്ങനെ കിടക്കുകയും ചെയ്തേനെ. അയാളായാലും തുറന്ന് വിളിച്ചു ആശുപത്രി കൊണ്ടുപോയാറുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഈ വീട്ടിലാണ് ഈ സംഭവം നടന്നത്. ഈ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തൊട്ടടുത്താണ് നമ്മൾ നേരത്തെ സംസാരിച്ച ഈ അപ്പച്ചന്റെ വീടുള്ളത്. തൊട്ടടുത്തൊക്കെയാണ്. പക്ഷെ വീട് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന, കുറ്റിയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കസേരയൊക്കെ നീക്കിയിട്ട് കുറ്റിയൊക്കെ മാറ്റിയ ശേഷമാണ് വരുന്നത്. ജോർദാൻ ഇപ്പോഴും ഓട്ടത്തിലാണ്, അപ്പുറത്തൊക്കെ പോയി ഓടിച്ചാടി വരികയാണ്, ഉഷാറാണ്. എന്തായാലും പൊതുവെ കുറെ നെഗറ്റീവ് വാർത്തകൾ കേൾക്കുന്ന കാലത്ത് ഈ കുഞ്ഞിന്റെ ഇടപെടൽ ഒരു വലിയ പോസിറ്റീവായി സന്തോഷം പകരുന്ന, ആശ്വാസം പകരുന്ന വാർത്തയായി മാറുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കോട്ടയം പുതുപ്പള്ളിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.